ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നാച്ചുറൽ സ്റ്റോൺസിൻ്റെ ഇടയിൽ എങ്ങനെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഫിക്സ് ചെയ്യാം എന്നുള്ളതാണ്. പുറമേ നിന്ന് ജോലിക്കാരെ വെച്ച് ചെയ്യിപ്പിക്കുമ്പോൾ ഏകദേശം 10,000 റുപ്പീസിന് മുകളിൽ ചെലവ് വരുന്ന ഈ കാര്യം നമുക്ക് തന്നെ വളരെ കുറഞ്ഞ ചെലവിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. മെയിനായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഗ്രാസിൻ്റെ തിക്നെസ് അഥവാ പൈൽ ഹൈറ്റ് എത്രയാണെന്നതാണ്. നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ 35 mm അല്ലെങ്കിൽ 40 mm തിക്നെസ് ഉള്ള ഗ്രാസ് വേണം ചൂസ് ചെയ്യാൻ. ഇനി നമുക്ക് ഡയറക്റ്റ്ലി വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സ്റ്റോൺസും അതിൻ്റെ ഗ്യാപ്പും നന്നായി വാഷ് ചെയ്യുക എന്നതാണ്. നമുക്ക് കാണാം, സ്റ്റോൺസും ഗ്യാപ്പും നന്നായി വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നു. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ഗ്യാപ്പുകൾ സിമൻറ്റ് വെച്ച് ഫിൽ ചെയ്യുക. ക്ലീൻ ചെയ്ത ഗ്യാപ്പ് നമ്മൾ സിമൻറ്റ് വെച്ച് ഫിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. സിമൻറ്റ് നന്നായി ഫില്ലായി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിമൻറ്റ് വെച്ച ഈ ഭാഗം 1 ഇഞ്ച് കനത്തിൽ പ്രസ് ചെയ്ത് കൊടുക്കുക എന്നതാണ്. സോ നമുക്ക് കാണാം, 1 ഇഞ്ച് കനത്തിൽ നമ്മൾ ഈ ഭാഗം പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഗ്രാസ് അതേ ലെവലിൽ പതിഞ്ഞു നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ ഗ്രാസ് ഷീറ്റ് കാണാം. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഗ്രാസ് കട്ട് ചെയ്ത് കൊടുക്കണം. 2 സ്റ്റോൺസ് തമ്മിലുള്ള ഗ്യാപ്പിൻ്റെ സെയിം അളവിലാണ് നമ്മൾ ഗ്രാസ് സ്കെയിൽ അല്ലെങ്കിൽ റൂളർ ഉപയോഗിച്ച് മെഷർ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം, റൂളർ യൂസ് ചെയ്ത് മെഷർ ചെയ്ത് നമ്മൾ ഗ്രാസ് കട്ട് ചെയ്യുന്നു. ഇത് നല്ല ഷാർപ്പൻ എൻഡുള്ള നൈഫോ അല്ലെങ്കിൽ സിസേഴ്സ് വെച്ചോ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഫെവിക്കോളിൻ്റെ ഹീറ്റെക്സ് ഗമ്മാണ്. ഇനി നമ്മൾ സിമൻറ്റ് ചെയ്ത ഭാഗം ഗം അപ്ലൈ ചെയ്തതിന് മുന്നേ ഒരു ബ്രഷ് യൂസ് ചെയ്ത് അതിലെ ഡസ്റ്റ് എല്ലാം കളയുക എന്നതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്, ആരും മിസ് ചെയ്യരുത്. സോ ഡസ്റ്റ് എല്ലാം കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ ഗം അപ്ലൈ ചെയ്യുന്നത്. ഗം ഗ്യാപ്പിലും അതുപോലെ ഗ്രാസിൻ്റെ ബാക്ക് സൈഡിലും അപ്ലൈ ചെയ്യേണ്ടതാണ്. അതിനുശേഷമാണ് ഗ്രാസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ ഗ്രാസിന് വളരെയധികം അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ മെയിൻ്റെനൻസ്, വീഡ്സ് അല്ലെങ്കിൽ കള വരില്ല, വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, സൺലൈറ്റിൻ്റെ ആവശ്യമില്ല, അതുപോലെ നമുക്ക് കണ്ണിന് നല്ല കുളിർമയേകുന്നതും ഒന്നാണ്. ഗ്രാസ് ഇളകി പോകാതെ ഫിക്സ് ആയിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ആണി അഥവാ നെയിലർ അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഈ ഒരു ഗ്രീനറി കാണുമ്പോൾ പച്ചை നിറമേ പച്ചை നിറമേ ചേമൂട്ടും പച്ചை നിറമേ പുല്ലിൻ സിരിപ്പും പച്ചை നിറമേ എനക്ക് സമരം തരുമേ, ഈ ഒരു പാട്ടാണ് എനിക്ക് മനസ്സിൽ ഓടിയെത്തിയത്. ഇത് നമ്മുടെ സ്വന്തം ഷീൽഡ് വീടാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു ഓൾ.